മക്ക KMCC മീഡിയ വിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് അസീസയിലെ 483 നമ്പർ ബിൽഡിംഗിലാണ് ഉള്ളത്. ഹജ്ജാജിമാരെല്ലാം മദീനയിലേക്ക് പോവാനുള്ള തിരക്കിലാണ്. നമ്മുടെ മക്ക KMCC പ്രവർത്തകർ ഭക്ഷണവുമായിട്ടാണ് നമ്മുടെ പ്രവർത്തകരെല്ലാം ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ നേതാവിനെയാണ്. സൗദി നാഷണൽ KMCC പ്രസിഡന്റും മക്ക KMCC പ്രസിഡന്റുമായ കുഞ്ഞുമാൻ സാഹിബിനെയാണ് ഇന്നത്തെ ഹജ്ജിന്റെ വിശേഷങ്ങളുമായി ചോദിച്ചറിയാം. നമുക്ക് കുഞ്ഞുമാൻ സാഹിബിനോട് ഹജ്ജിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? നമ്മുടെ മക്ക സൗദി നാഷണൽ KMCC പ്രസിഡന്റ് കുഞ്ഞുമാൻ സാഹിബാണ് ഇവിടെ 483 ബിൽഡിംഗ് നമ്പറിൽ ഇവിടെ ഹജ്ജാജിമാരുടെ ലഗേജും മിസ്സിംഗ് ലഗേജും ഒക്കെ നോക്കി നിൽക്കുന്നത്. നമുക്ക് ചോദിച്ചറിയാം ഈ വർഷത്തെ ഹജ്ജിനെ കുറിച്ചുള്ള കുഞ്ഞുമാൻ സാഹിബിനോട് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളും ശൈലികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷത്തെ ഹജ്ജിന്റെ പ്രവർത്തനം KMCCയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുദീർഘമായ പ്രവർത്തനങ്ങളാണ് KMCCക്ക് നടത്താൻ പറ്റിയത്. ഹാജിമാരുടെ എല്ലാ പ്രയാസങ്ങളും അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് KMCCക്ക് സേവനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചിരുന്നത് ഇന്നലെ വൈകുന്നേരം മദീനയിലേക്ക് പോയ ഒരു ചെറിയ ട്രക്ക് കോസ്റ്റർ ബസ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ വടകര സ്വദേശിനി ഒരു അജ്ജുമുണ്ട്, സഫിയ എന്ന് പറഞ്ഞ അജ്ജുമുണ്ട്. അവർ സിംഗിൾ പാസഞ്ചർ ആയിട്ട് വന്നതാണ്, കൂടെ ആളില്ലാതെ കവറിലെ സിംഗിളായി വന്ന ആളാണ്. അപ്പോൾ അവർ വാദി അൽ ഫർ എന്നാണ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് ഇപ്പം നമ്മളിന്നലെ പോണ സമയത്ത് അവരൊറ്റപ്പെട്ടപ്പോൾ നമ്മുടെ നമ്പർ കൊടുത്തിരുന്നു. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നമ്മളൊരു ബന്ധപ്പെട്ട് അപ്പോൾ അതിന് മദീനയിൽ നിന്ന് നമ്മുടെ വോളണ്ടിയർമാരെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു വന്ന സമയത്തുണ്ടായിരുന്നു. ഹാജിമാർ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം 2 മാസം സമയമായി. നേരത്തെ മദീനയിൽ ഫസ്റ്റിൽ ഹാജിമാർ വന്ന അന്ന് മുതൽ KMCCയുടെ സൗദി നാഷണൽ KMCC കീഴിൽ KMCCയുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മദീനയിൽ ആദ്യ ഹാജി ഇറങ്ങി അന്ന് മുതൽ മദീന KMCCയും മക്കയിൽ കഴിഞ്ഞ 20-ാം തീയതി ഹാജിമാർ വന്ന അന്ന് മുതൽ മക്കയിലും സേവന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം സുദീർഘമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. KMCCയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മീനയിലും അറഫയിലും മുസ്തലിഫയിലൊക്കെ നമുക്ക് സേവനത്തിന് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയത്തിന് മുൾമുനയിലായിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ത്യൻ ഹജ്ജ് മിഷൻ നമ്മോട് കർശനമായിട്ട് പറഞ്ഞിരുന്നു, ഈ വർഷം നിങ്ങൾക്കൊന്നും സേവനത്തിന് പോകാൻ കഴിയില്ല, സൗദി ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല, അതുകൊണ്ട് നുസൂക്ക് കാർഡില്ലാതെ അറഫയിലേക്കും മീനയിലേക്കൊന്നും പ്രവേശിക്കാൻ കഴിയില്ല, നമുക്ക് നിങ്ങൾക്ക് എല്ലാ വർഷവും ചെയ്തു തരുന്ന സൗകര്യങ്ങളൊന്നും ചെയ്തു തരാൻ കഴിയില്ല എന്ന് നമ്മോട് നേരത്തെ തന്നെ ഇന്ത്യൻ ഹജ്ജ് മിഷൻ പറഞ്ഞു. നമ്മൾ അതിൻ്റെ പ്രതിഷേധവും അതുപോലെ തന്നെ ഹാജിമാർക്ക് ഉണ്ടാകുന്ന പ്രയാസമൊക്കെ ഇന്ത്യൻ ഹജ്ജ് മിഷനെ നമ്മൾ നിരന്തരം അറിയിച്ചിരുന്നു. അറഫയുടെ തലേ ദിവസം വരെ നമ്മുടെ CGയും അതുപോലത്തെ കൗൺസിൽ ഹജ്ജൊക്കെ ആയിട്ടുള്ള സംസാരത്തിലൊക്കെ അത് സൂചിപ്പിക്കേണ്ടായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഈ സേവന രംഗത്തുണ്ടാകുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് നമുക്ക് ഹാജിമാർക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നമ്മളെ പ്രവർത്തകന്മാരെ കുറച്ച് ആളുകളെ ഒരു ആത്മഹത്യാ ഗ്രൂപ്പ് ആണെന്ന് പറയാം, അങ്ങനെ തയ്യാറാക്കി അവരെന്താക്കി നമ്മൾ മീനയിലേക്ക് പറഞ്ഞു. നമ്മുടെ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ ആദ്യം മീനയിലേക്ക് കുറച്ച് ഭക്ഷണമായിട്ട് പറഞ്ഞയച്ചു. അവർ വളരെ സുരക്ഷിതമായി ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് മീനയിൽ പ്രവേശിക്കുകയും ഹാജിമാർക്ക് ഭക്ഷണം എത്തിക്കുകയും അവർക്ക് ഒരു പ്രയാസവും അധികൃത ഭാഗത്ത് ഉണ്ടായില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ നമ്മളൊരു ടീമിനെ മീനയിലേക്ക് അയക്കുകയും മീനയിൽ നിന്ന് അവരെ മുഴുവൻ ആളുകളെയും അറഫയിൽ എത്തിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അറഫയിൽ നമ്മൾ ഡയറക്റ്റായി ഇതുപോലെ തന്നെ ഞാനും മുജീബ് സാഹിബ് അടക്കമുള്ള ഒരു സംഘം ഡയറക്റ്റായി അറഫയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഒരു തടസ്സം ഉണ്ടായില്ല. നമ്മൾ KMCCയുടെ കോട്ടിട്ട് ചെന്നപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തപ്പെട്ട മിലിറ്ററിയുടെ ഭാഗത്തുനിന്നോ ഒന്നുപോലും ചോദിക്കില്ല. നമ്മൾ കൂളായിട്ട് അവർ കടത്തിവിട്ടു. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം, എന്താ മനസ്സിന് വല്ലാതെ ആത്മവിശ്വാസം നൽകേണ്ടേ. ഹാജിമാർക്കാണെങ്കിൽ അത് വലിയ സന്തോഷമായി. ഹാജിമാർ രാത്രി നമ്മൾ ദുൽഹജ്ജ് 8-ന് രാത്രി മീനയിൽ പ്രവേശിച്ചപ്പോൾ ഹാജിമാർ അറഫയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർ നമ്മളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കുക ചെയ്തു ഹാജിമാർ. അവർ പറഞ്ഞു, ഓ മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. പക്ഷേ ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, അല്ലെ ഹജ്ജിന്റെ പ്രയാസങ്ങൾ ആചോദിക്കുന്ന ഹാജിമാർ പ്രതീക്ഷിച്ചത് KMCCയുടെ സാന്നിധ്യമായിരുന്നു.
KMCCയുടെ സാന്നിധ്യം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ വിത്തൗട്ട് മോറുന്ന അജുമമാരൊക്കെ KMCCയുടെ സാന്നിധ്യം ഉണ്ടാവില്ലേ, KMCCയുടെ വളണ്ടിയർമാരുണ്ടാവില്ലേ, KMCCയുടെ സഹായം കിട്ടില്ല എന്നൊക്കെ നിലക്ക് ഏറ്റവും വല്ലാത്ത ഒരു മാനസിക വിഭ്രാന്തിയിലായിരുന്നു അവരുണ്ടായിരുന്നു. പക്ഷെ KMCCയുടെ ആ ഹരിത ജാക്കറ്റാണ് ഞാൻ സംഘം മീനയിൽ അവരെ കണ്ടപ്പോൾ, അതുപോലെ തന്നെ അറഫയിൽ അവരെ കണ്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, വലിയ സന്തോഷം, വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ എണ്ണത്തിന് നമുക്ക് എല്ലാ വർഷത്തേക്കാൾ കുറവായി. നമ്മൾ 5000 വളണ്ടിയർമാരെങ്കിലും മീനയിൽ ഇറക്കും. അതുപോലത്തെ മറ്റു സംഘടനകളൊക്കെ ഉണ്ടോ, അവർ സംഘടനകളും KMCCയുടെ വളണ്ടിയർമാർ മീനയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അറഫയിൽ എത്തുമ്പോഴും ഒരു സംഘടനയുടെ ആളുകളും ഉണ്ടായില്ല, നമുക്കുണ്ടായില്ല, കാണാൻ സാധിച്ചിട്ടില്ല. നമ്മളത് മേനി പറയല്ല, അത് എല്ലാ സംഘടനകളും മീനയിൽ വേണം, എല്ലാ ആളുകളും വേണം. കാരണം ഒരാൾക്കോ രണ്ടാൾക്കോ 100 അല്ലെങ്കിൽ 1000 ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമല്ല മീനയിലും അറഫയും എന്ന് പറയുമ്പോൾ. കാരണം അത്രയും വലിയ ബൃഹത്തായ സ്ഥലത്ത് 10-25 ലക്ഷം ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലത്ത് എത്ര വളണ്ടിയർമാരുണ്ടായാലും എത്ര സേവകരുണ്ടായാലും മതിയാവില്ല. ആ സമയത്ത് നമ്മുടെ KMCCയുടെ കുറച്ച് ആളുകളാണെങ്കിലുണ്ടെങ്കിൽ 1500 വളണ്ടിയർമാരെ നമുക്ക് മീനയിൽ ഇറക്കാൻ പറ്റും. അറഫയിലെ സേവനം കഴിഞ്ഞ് അറഫയിൽ നിന്ന് അവസാനത്തെ ഹാജിയെ നമ്മൾ മുസ്തലിഫയെ കയറ്റി വെച്ച് നമ്മുടെ ടീം മുസ്തഫ മലയിലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് മീന അറഫ മുസ്തലിഫ ബാച്ച് ട്രെയിനിൽ കയറ്റിപ്പോയത്. നമുക്ക് ട്രെയിൻ പാസ് പോലും ഇപ്രാവശ്യം അഡ്മിഷന്റെ ഭാഗത്ത് നിന്ന് ആകെ 15 ട്രെയിൻ പാസ് കിട്ടി. സത്യത്തിൽ നമ്മൾ ഏകദേശം ഒരു 50 ആൾ ഒന്നിച്ച് പോയപ്പോൾ നമ്മളോട് അധികൃതർ, സൗദി അധികൃതർ ട്രെയിൻ പാസ് പോലും ചോദിച്ചില്ല, നിങ്ങൾക്ക് നമ്മളോട് കയറാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 50ഓളം ആളുകൾ ട്രെയിനിൽ പോയത്. ബാക്കിയുള്ള ആളുകൾ നമ്മൾ വാഹനത്തിലാണ് പോയത്. അത്ര നല്ല സമീപനമാണ് സൗദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായത്. സഹകരണം ഒരു വളണ്ടിയറെ പിടിച്ച് എൻ്റെ കാർഡ് എവിടെയാണോ അല്ലെങ്കിൽ പിന്നെ എന്ത് സംഘടനയുടെ ആളാണോ ഒന്നുപോലും അവരോട് അറിവില്ല, ചോദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല നമ്മളെ സഹായങ്ങൾ പലപ്പോഴും അവരാവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ആളുകൾക്ക് അറഫയിലും മിനയിലും മുസ്തലിഫയിലും ഒക്കെ നമ്മുടെ സേവനം ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് നമ്മുടെ കഞ്ഞി, മിനയിൽ നമ്മൾ നൽകുന്ന കഞ്ഞി, തമ്പിൽ നൽകുന്ന കഞ്ഞി, ഈ മക്തബ് 282 നമ്മോട് നല്ല സഹകരണം ചെയ്തത്. നമ്മുടെ ജിദ്ദയിൽ നിന്നുള്ള ടീം അവിടെ വെച്ച് കഞ്ഞി വെച്ച് കളമ്പുകയും ഹാജിമാർക്ക് ഒരുപാട്, പ്രത്യേകിച്ച് അജുമ്മമാർ നമുക്കറിയാം, അതിൽ കൂടുതൽ ആളുകളും 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കിലോമീറ്ററുകളും നടക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തതാണ്. പിന്നെ നമ്മുടെ വന്ന ഹാജിമാരിൽ 1.25 ലക്ഷം ഹാജിമാരാണ് ഇന്ത്യയിൽ നിന്ന് വന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10-25 ലക്ഷം ഹാജിമാരുണ്ടെങ്കിലും 1.25 ലക്ഷം ഹാജിമാരാണ് ഇന്ത്യയിൽ നിന്ന് വന്നത്. കേരളത്തിൽ നിന്ന് 17,000 ഹാജിമാരാണ് ഗവൺമെന്റ് കോട്ടയിൽ വന്നത്. ഇവരിതിലൊക്കെ പിന്നെ എത്രത്തോളം ഹാജിമാരെന്ന് വെച്ചാൽ അവർ ഒക്കെ പ്രായം ചെന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 2 കിലോമീറ്റർ നടക്കുക അല്ലെങ്കിൽ 3 കിലോമീറ്റർ നടക്കുക ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ സ്ഥലത്താണ് ഹാജിമാർ 10-15 കിലോമീറ്റർ നടന്നത്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ച് സഹിക്കാൻ കഴിയാതെ നടന്ന് ക്ഷീണിച്ച് അവശരായി വന്ന് ജംറയിൽ കല്ലെറിഞ്ഞ് വന്ന് അവർ പിന്നെ തമ്പറിയാതെ പ്രയാസപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരുന്ന് നടക്കുക. ഒരു വളണ്ടിയർമാരുണ്ടെങ്കിൽ കുറേയൊക്കെ ഹാജിമാരെ ഉന്തിയിട്ട് വീൽ ചെയറിലൊക്കെ ആക്കിയിട്ട് അവരെ തമ്പിലെത്തിക്കുമായിരുന്നു. പക്ഷെ തമ്പറിയാതെ പ്രയാസപ്പെട്ട് ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ട്. ആളുകൾക്ക് മാനസികമായിട്ട് തളർന്നു പോകും, ശാരീരികമായും ക്ഷീണിച്ചു പോവുക, വെള്ളം കിട്ടാതെയൊക്കെ പ്രയാസപ്പെട്ട് അങ്ങനെയാണ് ഒരുപാട് ആളുകൾ മിസ്സായതും രോഗികളായതും മരണപ്പെട്ടതും. അതാണ് ഇപ്രാവശ്യം സംഭവിച്ചത്. അല്ലാതെ വേറെ തിരക്കുമ്പോഴേ അല്ലെങ്കിൽ വേറെ പ്രയാസം ഉണ്ടാവില്ല. ആളുകള് തമ്പിൽ നിന്ന് പുറത്തിറങ്ങി, അറഫയിൽ തമ്പിൽ നിന്ന് പുറത്തിറങ്ങി ആളുകള് മസ്ജിദ് നിമറയിൽ പോയി നമസ്കരിക്കണം, അതുപോലെ തന്നെ ജബർ അഹമ്മദ് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി. പിന്നെ അവരെ തമ്പിലേക്ക് എത്താൻ പറ്റിയില്ല. ആ തമ്പിലേക്ക് എത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെയിൽ കൊണ്ട് ക്ഷീണിച്ചെന്തായി പിന്നെ അവശരായി എവിടെയെങ്കിലും ഇരുന്ന് കൂട്ടം തെറ്റി മാനസികാവസ്ഥ തെറ്റിയപ്പോഴാണ് ആളുകൾ പലരും മിസ്സായി പോയത്. അങ്ങനെയാണ് ഇപ്രാവശ്യം സംഭവിച്ചത്. ഞങ്ങള് നിങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കണ്ടിരുന്നു കുറെ പേര് അറഫയിലും മുസ്തലിഫയിലൊക്കെ മിസ്സായിട്ട്. അതൊരു മിഷനായിട്ടാണ് കുഞ്ഞൻ സാഹിബ് അതിനെ കണ്ട് ഒരു ബസ് ഇവിടുന്ന് ബാക്കിയെന്ന് വിളിച്ച് കൊണ്ടുപോയി ആളുകൾ. എങ്ങനെ അപ്പോഴത്തെ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ആ ഒരു അവരെ കണ്ടുമുട്ടിയപ്പോൾ, ആ മുസ്തലിഫയിലൊക്കെ കണ്ടുമുട്ടിയപ്പോൾ ഉള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സേവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും തന്നെ തുടങ്ങിയല്ല. വർഷങ്ങളായി നമ്മൾ KMCCയും അതിൻ്റെ സംഘാടകരും അതിൻ്റെ വളണ്ടിയർമാരും ഈ സേവന രംഗത്തുണ്ട്. അപ്പോൾ ഹാജിമാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഹാജിമാരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരെ മാനസികാവസ്ഥയും നമുക്ക് ശരിക്കറിയാം. മറ്റാരെക്കാളും എത്ര പറഞ്ഞറിയുന്ന ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെക്കാളും മറ്റാൾക്കാരും നമുക്കറിയാം. നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആളുകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക, എവിടെയാണ് സംഭവിച്ചിട്ടുണ്ടാകുക, എന്താണ് അവരുടെ പ്രയാസം നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിലെ ദിവസം തന്നെ ആളുകൾ അറഫയിൽ നിന്ന് പുറത്ത് പോകുന്നത്. പിറ്റേ ദിവസം നമ്മൾ അറഫ പോയിട്ട് അറഫയിലെ ഹോസ്പിറ്റലുകൾ മൊത്തം സെർച്ച് ചെയ്തു. അങ്ങനെ അറഫ രാത്രിയോട് കൂടി മൊത്തം കാര്യമാവും. പിറ്റേ ദിവസം അറഫയിൽ ആളുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടാവും അറഫയിൽ. ചിലപ്പോൾ ഓരോ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട എവിടെയെങ്കിലും മൂല ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഹാജി മിസ്സായിട്ടുണ്ട്. ഇപ്പോഴും കിട്ടിയില്ല. ഒരു മുഹമ്മദ് മണ്ണിൽ എന്ന് പറഞ്ഞ ഹാജി ഇപ്പോഴും നമുക്ക് കിട്ടിയില്ല. എവിടെയെന്നൊരു ഐഡിയ ഇല്ല. ഹോസ്പിറ്റലുകൾ നമുക്ക് കിട്ടിയില്ല.
വേറെ എവിടെയും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അറഫ ഹോസ്പിറ്റലുകളിൽ പിന്നെ ഞാനും സൗദി KMCC ജനറൽ അജീസലിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള മക്ക ജനറൽ കമ്മിറ്റി സെക്രട്ടറി മുജീബ് പൂക്കോട്ടൂരും അറഫയിലെ പ്രധാനപ്പെട്ട 2 ഹോസ്പിറ്റലുകളുണ്ട്. ജബൽ റഹ്മ ഹോസ്പിറ്റലും അതുപോലെ തന്നെ അറഫ ഈസ്റ്റ് ഹോസ്പിറ്റലും. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് കുറേ ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള കുറേ ആളുകളെ കണ്ടു. അതുപോലെ തന്നെ മരിച്ച കുറേ മയ്യത്ത് അവിടെ നിന്ന് നമുക്ക് എന്തായി മോർച്ചറിന്ന് അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസം മുസ്തലിഫയിൽ കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ആളുകൾ തിരക്കപ്പെട്ടും അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ ക്ഷീണിച്ച അവസരമായി കൂട്ടം തെറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ ആളുകൾ അറഫയിൽ നിന്ന് പോരുകയും മുസ്തലിഫയിലെത്തുകയും പിന്നെയും നടക്കാൻ കഴിയാതെ എവിടെയെങ്കിലും മൂലക്കിരിക്കും. അപ്പോൾ അവിടെ എല്ലാ രാജ്യക്കാരും അങ്ങനെ മുസ്തലിഫയിൽ നമ്മുടെ ഒരുപാട് ആളുകളുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ പിന്നെ 2 ബസ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ നമുക്ക് എന്തായി 2 ബസ് വിട്ടുന്നുണ്ട്. ഏകദേശം 150ഓളം ആളുകൾ, മലയാളികളും അല്ലാത്തൊരു ആളുകൾ മുസ്തലിഫയിൽ നമുക്ക് കിട്ടിയത്. മുസ്തലിഫയിൽ ഒറ്റപ്പെട്ട പാലത്തിനടിയിൽ വളരെ അവസരമായിട്ടിരിക്കുന്നത് ആഫ്രിക്കക്കാരും അല്ലാത്തവരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ആളുകളുണ്ടായിരുന്നത്. മലയാളികളൊക്കെ ഒരുപാടുണ്ട്. അവർ മാനസിക നില തെറ്റിയവരുണ്ട്, അവശരായിട്ട് നടക്കാൻ കഴിയാതെ കാലൊക്കെ മുറിവ് വന്നിട്ട് കാലൊക്കെ മുറിവ് വന്ന് നടക്കാൻ കഴിയാതെ ക്ഷീണിച്ച് അവിടെ കിട്ടുന്ന ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുകയാണ്. അവർക്ക് വേറൊന്നും അറിയില്ല. അങ്ങ് മീനയിൽ പോകണം, ഞങ്ങൾ ആളുകൾക്ക് മീനയിലാണ്. പക്ഷെ അവർക്ക് പിന്നെ എന്താ ചെയ്യാന്നറിയില്ല, എങ്ങനെ പോകാന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചെന്നത്. അവർ പിന്നെ നമ്മുടെ കൂടെ ഓടിക്കയറാ ചെയ്തത്. ഏകദേശം 150ഓളം ആളുകൾ നമുക്ക് അവിടുന്ന് 2 ബസ് ഫുള്ള് ആള് പിന്നെ സ്റ്റാൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അവിടുന്ന് 150ഓളം ആളുകളെ നമുക്ക് കിട്ടി. അങ്ങനെ ആളുകൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ വർഷം കുഞ്ഞുമോൻ സാഹിബ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയാണ്. കാരണം വെച്ചാൽ സൗദി നാഷണൽ KMCCയുടെ പ്രസിഡന്റാണ് സാറ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ പ്രവർത്തകരൊക്കെ എങ്ങനെയാണ് അതിന് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികളൊക്കെ അച്ചടി സ്വീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനത്തിന് ഇരിക്കുന്നതല്ല പ്രശ്നം. നമ്മൾ പിന്നെ വർഷങ്ങളായി സേവനത്തിലുണ്ടാകുമ്പോൾ വർഷങ്ങളായി മക്ക KMCCയുടെ പ്രസിഡന്റായി ഈ ഹജ്ജ് സേവന രംഗത്ത് നമ്മൾ സജീവമാണ്. ഈ പ്രാവശ്യം സൗദി നാഷണൽ KMCCയുടെ പ്രസിഡന്റ് എന്നതിലുപരി നമ്മുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിൽ വളണ്ടിയർമാർ ഇപ്പോൾ സൗദിയുടെ വിവിധ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണ്. മക്കയിലെ 1000ഓളം വരുന്ന 800 വളണ്ടിയർമാർ, സ്ഥിരം വളണ്ടിയർമാർ നമുക്കുണ്ട്. ഈ 800 വളണ്ടിയർമാരും നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന വളണ്ടിയർമാരാണ്. അതിൽ ഒരു മാറ്റമില്ല. ഇന്ന സ്ഥലത്തേക്ക് ആളുകൾ എത്തണം എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് ഏത് പാതിരാത്രിയാണെങ്കിലും അവർ പിന്നെ റൂമിന് അകത്ത് കടന്നുറങ്ങുകയാണെങ്കിലും നമ്മളെ വോയിസ് കേട്ട ആളുകളാണ് എന്താവും ഓടി വരും. അത് ഇന്നലെ പോലും നമുക്ക് അനുഭവം ഉണ്ടായി. ഇന്നലെ രാത്രി പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഏകദേശം 15 ദിവസത്തോളമായി. ദിവസത്തോളായി ഇതുവരെയും ഹജ്ജിന്റെ തവാഫും സയ്യും ചെയ്യാത്ത ആളുകൾ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി സുഖമില്ലാത്ത ആളുകളും റൂമിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാത്രി കുഞ്ഞാപ്പ എന്നോട് ഒരു മെസ്സേജ് ഇട്ടു. നമ്മൾ പിന്നെ വീൽ ചെയർ വിങ്ങിന്റെ കുഞ്ഞാപ്പ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ നമുക്ക് ആർമിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ്, അവരെ തവാഫും സയ്യും ചെയ്യിക്കണം, പിന്നെ അതുപോലെ തന്നെ ഒരു ആർമിയിലേക്ക് പോകാൻ വണ്ടി വേണമെന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടുള്ളൂ. അപ്പോഴത്തേനെ ആളുകൾ എന്തായി, ഉറങ്ങാൻ കിടന്ന ആളുകൾ വരെ എണീറ്റ് ഓടി വന്നു. അപ്പൊ അത്തരത്തിൽ ആത്മാർത്ഥമായിട്ട് അവരൊന്ന് പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊന്നും ആഗ്രഹിച്ചിട്ടോ അല്ല, ആത്മാർത്ഥമായിട്ട് ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുക, അള്ളാഹിന്റെ അതിഥികൾക്ക് സേവനം ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരൊക്കെ അതിൽ സേവന രംഗത്തുള്ളത്. അത് ഏത് പാതിരാത്രിയിലാണെങ്കിലും നട്ടുച്ച വെയിലാണെങ്കിലും അവർ റെഡിയാണ്. സുബൈക്ക് 5 മണിക്ക് അവരിപ്പോൾ ഹാജിമാർ മദീനയിലേക്ക് പോണ യാത്ര ആ ഹാജിമാരെ യാത്രയാക്കാൻ വേണ്ടി ചായ ഉപ്പുമായിട്ട് റെഡിയാണ്. നമ്മുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ മുസ്തഫ മുഞ്ചക്കുളത്തിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ മക്ക KMCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് നാസർ കിൻസാരിയുടെ നേതൃത്വത്തിലുള്ള ആ ടീം എല്ലാ ബിൽഡിങ്ങിലും രാവിലെ എത്താണ്. രാവിലെ 5 മണിക്ക് അവരെന്താവും ചായ ഉപ്പുമായിട്ട് എത്താണ്. അതുപോലെ തന്നെ മറ്റൊരു ടീം ഉച്ചയാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാണ്, ഉച്ചക്ക് പോകുന്ന ആളുകൾക്കുള്ള ചോറും കറിയിട്ട് എത്താണ്. അതൊന്നും അവർ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തകന്മാർ ആവേശമാണ്. നമ്മളില്ലെങ്കിലും അത് പ്രവർത്തകന്മാർ ഏറ്റെടുത്തു. നമ്മളൊരു നിർദ്ദേശം കൊടുത്താൽ മതി, ബാക്കി അവരെന്താവും. നമ്മുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ല എന്നല്ല പ്രശ്നം. നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്ന നിർദ്ദേശം നമ്മുടെ വളണ്ടിയർമാർ ഒരാൾ പോലും, ചെറിയ കുട്ടി മുതൽ വലിയ ആൾ വരെ ഒരാൾ പോലും ഇല്ല, തീരുമാനമില്ല, ഒരാളും അച്ചടക്കം ഇല്ലാതെ പ്രവർത്തിക്കുന്നില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ ബഹുമാനത്തോടും സൗഹൃദ വലയത്തിലാണ് എല്ലാം ഉള്ളത്. ഹാജിമാരെ അങ്ങേറ്റം സ്നേഹിക്കുക എന്നാണ് അവർക്ക് ലക്ഷ്യം. എല്ലാം ലക്ഷ്യം ഹാജിമാരെ അങ്ങേറ്റം സ്നേഹിക്കുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരെ ലക്ഷ്യമുള്ളത്. ഏതായാലും ഈ വർഷം സൗദി KMCCക്ക് അഭിമാനിക്കാതെ 200ഓളം ആളുകളെ വീൽ ചെയർ തവാഫ് ചെയ്തു. അതുപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ് ലോഞ്ച് ചെയ്ത്. ഇനി അടുത്ത വർഷം എന്തൊക്കെ പുതിയ ടെക്നോളജി, പുതിയ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് ഹാജിമാർക്കും അതുപോലെ തന്നെ ഈ സേവന രംഗത്ത് മക്ക KMCCക്കും KMCCക്കാർക്കും ചെയ്യാറുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീൽ ചെയറിൽ ആളുകളെ തവാഫ് ചെയ്യുക, ഈ തവാഫും സയ്യും ചെയ്യിക്കാന്ന് വായോണ്ട് പറയാൻ എളുപ്പമാണ്.
കണ്ടോ, ഒരു ഹാജിനെ തോഫും സൈൻ ചെയ്യിക്കണേ ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂറിലധികം സമയം വേണം. എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് എടുക്കണം. അവർക്ക് വാഹനമില്ല. ആ ബിൽഡിംഗ് നിർത്തി നമ്മൾ ഈ ഹാജിമാരെ മൊത്തം ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കണം. അവിടുന്ന് പിന്നെ ബസ്സിൽ കയറ്റി വീൽ ചെയർ കയറ്റിയിട്ട് അറമിലെത്തിക്കണം. അറമിൽ തോഫും സൈയും പൂർത്തിയാക്കി അവരെ വീണ്ടും ഇതുപോലെ വാഹനത്തിൽ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി അവിടുന്ന് എല്ലാ ആളുകളെയും, പല ബിൽഡിങ്ങുകൾ അസീസിയയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്, അവരെ ബിൽഡിങ്ങിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ പെക്കോളി എന്ന് പറയാൻ പറ്റില്ല. ഒരു KMCCയുടെ വളണ്ടിയർ എന്ന് പറയുമ്പോൾ സുരക്ഷിതമായിട്ട് ബിൽഡിങ്ങിന്റെ താഴെ പോലും ഒരു കൊണ്ടേ വിടുന്നില്ല, അവരെ ബിൽഡിങ്ങിന്റെ താഴെ ഒന്ന് റൂമിൽ കൊണ്ടായി കൊടുക്കുകയാണ്. അത്രയും ആത്മാർത്ഥത കൂടിയും അത്രയും ഉത്തരവാദിത്വത്തോടു കൂടിയാണ് KMCC പ്രവർത്തിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സിസ്റ്റമാറ്റിക് എന്നുണ്ട്. ഈ വർഷം നമുക്കറിയാം അൽഹംദുലില്ലാ നമ്മുടെ കുഞ്ഞിമടവൂര്, നമ്മുടെ പിന്നെ മീഡിയ വിങ്ങിന്റെ കൺവീനറായിട്ട് കുഞ്ഞി, അദ്ദേഹം പിന്നെ നമുക്കെന്താ കുറച്ച് ലൊക്കേഷൻ മാപ്പ് റെഡിയാക്കി ബിൽഡിങ്ങിന്റെ. അത് ഹാജിമാർക്കും ഖാദിമുൽ ഹുജ്ജാജിനും ബസ്സിന്റെ ഡ്രൈവർമാർക്കും KMCCയുടെ വളണ്ടിയർമാർക്കും എല്ലാവർക്കും വലിയ ഉപകാരം. നമ്മുടെ KMCC സ്പേസ് ബിൽഡിംഗ് നമ്പർ എടുത്ത് വളരെ സിമ്പിളായിട്ട് ആ ലൊക്കേഷൻ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് വലിയ ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഒരു പിന്നെ അസീസിയെ കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കണം. ആ ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്ന് കൊണ്ട് കൺട്രോൾ റൂം ഉണ്ടാക്കും. ആ കൺട്രോൾ റൂം ഇരുന്നിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും അപ്പം അപ്ഡേഷൻ നടത്താനും ഡെയിലി ഒരു ബുള്ളറ്റ് പുറത്തിറക്കാനൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ വാർത്തകൾ ഇവിടെ ഹാജിമാർ വന്നില്ല, നാട്ടിലെ ആളുകൾക്കൊക്കെ എടുത്ത് വിശേഷങ്ങളാണ്. അപ്പോൾ ഡെയിലി ഒരു ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ട് ആളുകൾക്ക് വിവരങ്ങൾ അറിയിക്കുക. ഹോസ്പിറ്റലുകളുണ്ട്, നമ്മുടെ മെഡിക്കൽ വിങ്ങിന്റെ സേവനമൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയും വലിയ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടീം മുസ്തഫ മലയിലിന് ഷാഹിദ് പര്യടനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം റൂമുകൾ കയറിയിട്ട് ഹാജിമാർക്ക് വേണ്ട കാലിൽ മുറിയ ആളുകൾക്ക്, അതുപോലെ തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയ തിരക്കാണ് അവിടെ ചെയ്യാനില്ല, അവരുടെ റൂമിൽ ചെന്നിട്ട് എന്തിനാ സേവനം നടത്തുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബഷീർ മാനിപുരം, അദ്ദേഹത്തിന്റെ സേവനം വലിയ സേവനമാണ്. അദ്ദേഹം വാഹനവും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹം ഹാജിമാർക്ക് സുഖമില്ലാത്ത ആളുകൾ വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ചിട്ട് കൊണ്ടുപോകുന്നു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ വാഹനത്തിൽ കയറ്റുന്നു. ഹാജിമാരുടെ മുഴുവൻ സമയവും ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യാൻ അദ്ദേഹം. അവരെ ഈ 3 ക്ലിനിക്കുകളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇവിടെ ഉള്ളത്, ഈ അസീസിയയിലുള്ളത്. 20 ബെഡ്, 30 ബെഡ് ഫീമെയിൽ, 30 ബെഡ് മിക്സ്, അതുപോലെ 40 ബെഡ്. ഈ 3 ക്ലിനിക്കിലുമായിട്ട് ഇഷ്ടംപോലെ രോഗികളായിട്ട് ആളുകളുണ്ട്, ഹാജിമാരുണ്ട്. ഇവരൊക്കെ വേണ്ട എല്ലാ ശുശ്രൂഷകളും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. സുഖമില്ല, നമുക്കറിയാം 100 കണക്കിന് ഹാജിമാരാണ് പനി പിടിച്ചിട്ടൊക്കെ, മീന കഴിഞ്ഞ ശേഷം പനി പിടിച്ചൊക്കെ ആവശ്യമായി റൂമിൽ നിൽക്കുന്നത്. അവർക്കൊക്കെ നമ്മുടെ മെഡിക്കൽ വിങ്ങിന്റെ സേവനം അങ്ങേയറ്റം ഉപകാരപ്പെടുന്നതാണ്. അത് ഹാജിമാര് പിന്നെ പറയുമ്പോഴേ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കും. നമ്മൾ ഹാജിമാരടുത്ത് ഇങ്ങനെ സന്ദർശനം നടത്തി ഹാജിമാരോട് അവരെ പുറത്ത് തലോടി അവർക്ക് ഒരു ആശ്വാസം പങ്കിടുമ്പോൾ അവർക്ക് വല്ലാത്ത ഒറ്റപ്പെടലിൽ നിന്ന് അവരെന്തോ വലിയൊരു ആശ്വാസം കിട്ടണം. അവർ ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സാന്ത്വനം, ഒരു തലോടിൽ അവർ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വളണ്ടിയർമാർ ഈ ഹാജിമാരുടെ സ്നേഹം കാണുമ്പോൾ, അവരുടെ മനസ്സിനുള്ള സന്തോഷം കാണുമ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് ഒന്നും പ്രശ്നമില്ല. ഭക്ഷണം കഴിച്ചില്ലേ പ്രശ്നമില്ല, ഉറങ്ങിയില്ലേ പ്രശ്നമില്ല, വിശ്രമിച്ചില്ലേ പ്രശ്നമില്ല, ഒന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം ഈ ഷുഹൈബിനെ പോലത്തെ ആളുകൾ ഒക്കെ ഇപ്പൊ 15 ദിവസം ലീവ് എടുക്കാം. അങ്ങനെ നമ്മുടെ അസീബ് ഏകദേശം ഒരു മാസത്തോളം തന്നെ ലീവ് എടുക്കുകയാണ്. ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ സേവനത്തിലിറങ്ങാണ്. മറ്റുള്ള ആളുകളൊക്കെ പറ്റുന്ന സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്, ഫുൾ ടൈം സേവനം. അവർക്ക് അന്ന് ഉറങ്ങിയിലേയും പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ചാലും പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു സംതൃപ്തി, സ്വന്തം പിതാവിനെ അവർ മനസ്സിൽ കാണുന്നത്, സ്വന്തം മാതാവിനെ അവർ മനസ്സിൽ കാണുന്നത്, സ്വന്തം ഉമ്മനെ കണ്ട് അല്ലെങ്കിൽ മക്കളെ കണ്ടൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, സേവനത്തിന്. ഈ KMCCയുടെ ഈ ചെറിയ മക്കളുണ്ട്, അവർക്ക് വലിയ ഭാഗ്യം ചെയ്താൽ മനസ്സിലാന്ന് വെച്ചാൽ അവരെ മാതാപിതാക്കളൊക്കെ വലിയ ഭാഗ്യം ചെയ്താൽ ഈ സേവനം കണ്ടിട്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. ഈ കുട്ടികള് സത്യത്തില് KMCCയുടെ ഈ കുട്ടികള് അവരെ മാതാപിതാക്കളോട് ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് എന്തിന് വീൽ ചെയർ ഉന്താനും അവർക്ക് കഞ്ഞി കൊടുക്കാനും ഉപ്മാവ് കൊടുക്കാനും ചായ കൊടുക്കാനൊക്കെ വലിയ. അതുപോലെ തന്നെ നമ്മുടെ വനിതാ വിങ്, അത് പറയേണ്ടതാണ്. വനിതാ വിങ് എന്ന് വെച്ചാൽ അത് വലിയ സേവനം, ചെറിയ സേവനമല്ല, വലിയ സേവനം എന്ന് വെച്ചാൽ അവര് എന്താ പറയാ വിശ്രമമില്ല അവർക്ക്. അവർക്കൊക്കെ ഈ എന്താ പറയാ ഹജ്ജ് വരാന്ന് പറഞ്ഞാൽ പെരുന്നാളിനേക്കാളും വലിയ ഇതാണ്, വലിയൊരു എന്താ പറയുക ആഘോഷമാണ് ഹജ്ജ് വരാന്നതിന്. അങ്ങനെ ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും ഹാജിമാരുടെ ഇടയിലൂടെ ജീവിക്കാനാണ് എന്തിന് അവർ തയ്യാറാണ്. അവർക്ക് ഭയങ്കര, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വളണ്ടിയർമാരും, ഒരുപാട് വളണ്ടിയർമാർ, നമ്മൾ വനിതാ വിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അവർക്ക് മുഴുവൻ സമയവും എപ്പോഴും. ഇപ്പം അറഫിന്റെ തലേ ദിവസം അത് പറയണം, അറഫിന്റെ തലേ ദിവസം എന്ന് വെച്ചാൽ നമ്മള് പിന്നെ എന്താ പറയാ ഇങ്ങനെ മിനയിലേക്ക് അറഫയിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇപ്രാവശ്യം ആരും വരണ്ടെന്ന് നടക്കുന്ന സമയത്താണ് നമുക്ക് ഈ 15 ട്രെയിൻ പാസ് കിട്ടിയത്.
ഈ 15 ട്രെയിൻ പാസ് കിട്ടുമ്പോൾ 3 നമ്മുടെ ജിദ്ദയിലുള്ള ടീമിൽ കൊടുത്തു, ബാക്കി 12 12 നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ലേഡീസ് വളണ്ടിയർ കൊടുക്കുക. നമ്മുടെ ആണുങ്ങൾ വളണ്ടിയർമാർ ട്രെയിനിൽ കയറി പോവും, എങ്ങനെ പോകും. അപ്പോൾ പെണ്ണുങ്ങൾ കൊടുത്ത് കുറച്ച് ഇനിയിപ്പോൾ ആണുങ്ങളെ പിടിച്ചാലോ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, പെണ്ണുങ്ങളെ പിടിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ വനിതാ വളണ്ടിയർമാർക്കാണെങ്കിൽ അത് രാത്രി 2 മണിക്കാണ് നമുക്ക് ഈ പാസ് കിട്ടുന്നത്. ആ 2 മണിക്ക് സമയത്ത് നമ്മൾ ഒരു വനിതാ വളണ്ടിയറെ വിളിക്കുകയാണ്, ഇങ്ങനെ ട്രെയിനിന്റെ പാസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പോകാൻ തയ്യാറാണ്? ഞാൻ റെഡിയാണ്. അങ്ങനെ നമ്മൾ അന്ന് പോയ വളണ്ടിയർമാർ എല്ലാവരും ആ രാത്രി 2 മണി സമയത്താണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, അവർ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ റൂമിൽ ഈ പാസ് കൊണ്ടുകൊടുത്ത് അവർ ഉടനെ 1 മണിക്കൂർ കൊണ്ട് ഒരു മീനയിലെത്താൻ പോവാ. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഇത്. ഇപ്പൊ രാവിലെ ഉച്ചക്കൊക്കെ ഹാജിമാരെ യാത്രയാക്കണം, അത് കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് കുറച്ച് ആൾക്കാർ വീൽ ചെയറിൽ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താവും, അവരതിന് തയ്യാറാണ്. അത്രയും വലിയ സേവനങ്ങളാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത് നടത്തിക്കൊണ്ടത്. തുല്യത ഇല്ലാത്ത സേവനം എന്ന് പറഞ്ഞാൽ തുല്യത ഇല്ലാത്തതാണ്. ഇത് നമ്മളല്ല പറയേണ്ടത്, ഇതൊക്കെ അത് അനുഭവിച്ചറിഞ്ഞ ഹാജിമാരുടെ മനസ്സിൽ നിന്ന് അവരാണ് എന്ത് ചെയ്ത് ഇതൊക്കെ പറയേണ്ടത്. അത്രയും ഹാജിമാർക്ക് എന്ത് ചെയ്യുന്നത് മനസ്സുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അങ്ങനെ സൗദി നാഷണൽ KMCC പ്രസിഡന്റ് കുഞ്ഞുമാൻ സാഹിബിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ, വികാരമായ വാക്കുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ഊർജ്ജ സേവനവുമായിട്ടാണ് ടെക്നോളജി രംഗത്തും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് രംഗത്തുമൊക്കെ മക്ക KMCCയും അതുപോലെ തന്നെ മക്ക KMCCയും ഒക്കെ അടുത്ത വർഷം സേവന രംഗത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അസീം മേൽമുറിയോടൊപ്പം ഹുസൈൻ തെറ്റത്ത്.